നാം ഒരാളെ എത്രമാത്രം വിശ്വസിക്കുന്നുവോ അത്രമാത്രം ആ ഒരാൾക്ക് നമ്മളെ വിഡ്ഢിയാക്കാൻ സാധിക്കും എന്നതാണ് ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം. ഏവർക്കും സാഹിതിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആലപ്പുഴ കറുകയിൽ ശ്രീ കെ വി ദാസപ്പന്റെയും ശ്രീമതി ചെമ്മുഖത്ത് യശോധരാദേവിയുടെയും മകൾ, സ്വതന്ത്ര സമര സേനാനിയും സഖാവ് ടി വി തോമസിന്റെ ജീവചരിത്ര രചയിതാവുമായ സഖാവ് കെ കെ കുഞ്ഞിന്റെ പൗത്രിയുമായ മലയാളത്തിലെ പ്രിയങ്കരിയായ എഴുത്തുകാരി, സാഹിത്യ മേഖലയിൽ നിരവധി പുരസ്കാരങ്ങൾ ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞ എഴുത്തുകാരി. വിശേഷണങ്ങൾ ഏറെയാണ്. പ്രവാസി മലയാളിയായി ഇന്ന് ദാദ്ര നഗർ ഹവേലിയിലെ സിൽവസായിൽ സ്ഥിരതാമസം. വെള്ളച്ചെമ്മീൻ, പ്രത്യാഗമനം, ഹരിതാക്ഷരങ്ങൾ തുടങ്ങിയ നിരവധി കൃതികളുടെ കർത്താവ്. പറഞ്ഞു വരുന്നത് മലയാളികൾക്കേറെ പ്രിയങ്കരിയായ മലയാളത്തിൻ്റെ സ്വന്തം എഴുത്തുകാരി. ഏറെ ആദരവുകളോടെ, ഏറെ ബഹുമാനത്തോടെ, അതിലേറെ സ്നേഹത്തോടെ പറയേണ്ട ഒരു പേര്, മലയാളത്തിൻ്റെ സ്വന്തം സിനി ശ്യാം. ശ്രീമതി സിനി ശ്യാമിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ചെറുകഥാ സമാഹാരമാണ് നമ്മൾ ഇന്ന് സാഹിതിയിൽ പരിചയപ്പെടുന്നത്. ഈ പുസ്തകം വായിച്ചപ്പോൾ 30 കഥകളടങ്ങിയ, ചെറുകഥകളടങ്ങിയ ഒരു കഥാസമാഹാരമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് ആ പുസ്തകം ഒന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമുക്ക് വിവരണത്തിലേക്ക് പോകാം. ശ്രീമതി സിനി ശ്യാമിൻ്റെ ഏറ്റവും പ്രശസ്തമായ ചെറുകഥാ സമാഹാരം ഹരിതാക്ഷരങ്ങൾ. ഹരിതാക്ഷരങ്ങളാണ് നമ്മൾ ഇന്ന് സാഹിതിയിൽ പരിചയപ്പെടുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 30 ചെറുകഥകൾ അടങ്ങിയ ഒരു കഥാസമാഹാരമാണ്. മാധുര്യം, ആനപ്പേടി, ഇഷ്ടം, ആയുസ്, ഇടംപിരി ശംഖ്, ചക്കച്ചുളയും വട്ടക്കണ്ണനും, കണ്ണും കരളും, അപഭംഗം, അവിശ്വസനീയം, പരിചയപ്പെടുത്തൽ, ക്ലാസ്മേറ്റ്, ഗുപ്തഗോചരം, കപ്പയും കോഴിയും, അടികൊള്ളിച്ചോറ് തുടങ്ങി ഇങ്ങനെ 30 കഥകൾ അടങ്ങിയ 30 കഥകൾ അടങ്ങിയ ഒരു ചെറുകഥാ സമാഹാരം. ഒന്നിനൊന്നിന് വ്യത്യസ്തമായ കഥകളാണെങ്കിൽ പോലും ഈ കഥകളെ ബന്ധിപ്പിക്കുന്ന ഒരു ചരട് കിടപ്പുണ്ട്. ഒന്ന്, കുടുംബ ബന്ധങ്ങളുടെ പവിത്രത. അതെടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ കഥയിലുടനീളം നമുക്ക് കാണാൻ പറ്റും. പല കഥകളും വായിക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേകത ഏതാണ്? പിന്നെ പ്രണയം. ഓരോ കഥയ്ക്കും ഓരോ തീം ഉണ്ടായിരിക്കെ തന്നെ ഒരു ഏകീകൃതമായ ഒരു ചരട് നമുക്കിതിൽ കാണാൻ കഴിയും. വളരെ മനോഹരമായ ഭാഷയാണ് സിനി ശ്യാം ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഈ കഥയിലുടനീളം നമുക്ക് കാണാൻ പറ്റും. ഓരോ കഥ എടുക്കുമ്പോഴും നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. വളരെ ഭംഗിയേറിയ മനോഹരമായ ഒരു ഭാഷയാണ് സിനി ശ്യാം ചെറുകഥയിലുടനീളം ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ 30 കഥയും നമുക്ക് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു എപ്പിസോഡിൽ തീരാതെ വരും, ഒരു അധ്യായം മതിയായെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ചുരുക്കം കുറച്ച് കഥകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാൻ പറ്റും. ഇതിൽ കണ്ണും കരളും എന്ന് പറയുന്ന ഒരു 7ാമത്തെ കഥ. വിഷയം പ്രണയമാണ്. പക്ഷേ ആ പ്രണയത്തെ പറയുന്നത്, പ്രണയത്തിന് പ്രായമില്ല, കാലപരിധിയില്ല എന്നൊക്കെയാണ്. യാദൃശ്ചികമായി അച്ഛൻ്റെ അലമാരയിൽ നിന്ന് പുസ്തകത്തിൽ കണ്ട ഉണങ്ങിയ ഒരു റോസപ്പൂ. ചില വസ്തുക്കളെ പോലും കഥയിലെ കേന്ദ്ര കഥാപാത്രമായിട്ടൊക്കെ കടന്നു വരുന്ന മുഹൂർത്തങ്ങളിൽ ഒന്നാണത്. മകള് അച്ഛനോട് ഈ പൂവെടുത്ത് കാണിച്ചിട്ട് ചോദിക്കുന്നു, അച്ഛൻ ഈ പൂ ഓർമ്മയുണ്ടെന്ന്. അച്ഛന് വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു പൂവാണ്. വർഷങ്ങൾക്ക് മുൻപ് ഈ വീട്ടില് പലപ്പോഴും അമ്മയും
മക്കളും ഒക്കെ അച്ഛനെ കളിയാക്കാറുണ്ട്, അച്ഛൻ്റെ ഒരു പഴയ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്. അതൊക്കെ ഒരു രസകരമായി തന്നെ അച്ഛൻ എടുക്കുകയും ചെയ്യും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ പ്രണയം ഇന്ന് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം. ഒരിക്കൽ മകളോട് യാദൃശ്യമായി അമ്മ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിഭയങ്കരിയായ സുന്ദരിയായ, ഭയങ്കരി എന്നല്ല, ഭയങ്കരമായ സൗന്ദര്യമുള്ള സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുമ്പോൾ പറയുന്നുണ്ട്, ഇതായിരുന്നു അച്ഛൻ പ്രണയിച്ചിരുന്ന അച്ഛൻ്റെ പ്രണയിനി എന്നൊക്കെ മകൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മയാണ് കാണിച്ചു കൊടുക്കുന്നത്. പക്ഷെ അതാണ് ആ ബന്ധങ്ങളുടെ പവിത്രത. അതാണ്. ഒരിക്കലും ഈ ചെറുപ്പത്തില് ഈ കുട്ടി, അവളുടെ കൂട്ടുകാരി ചേച്ചി ഒരിക്കലൊരു പൂ കൊണ്ട് കൊടുത്തിട്ട് പറയും, ഇത് മോൾക്ക് എൻ്റെ അമ്മ തന്നതാണ്. അപ്പോൾ ഈ മോള് ചോദിക്കും, അമ്മയ്ക്ക് എന്നെ അറിയാവോ? ചേച്ചിയുടെ അമ്മയ്ക്ക് എന്നെ പരിചയമുണ്ടോ? ആ, ഇന്നലെ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ നീ ഇന്നാളുടെ മകളാണ് എന്ന് പറഞ്ഞപ്പോൾ അമ്മ തന്നു വിട്ടതാണ് ഇത് നിനക്ക്. അപ്പോഴാണ് മോൾക്ക് മനസ്സിലായത് അത് എനിക്കുള്ളതല്ല, എൻ്റെ അച്ഛനും ഉള്ളതാണ്. അങ്ങനെ മോള് കൊണ്ടുവന്ന് ഈ പൂ അച്ഛന് കൊടുക്കുകയാണ്. അച്ഛൻ ഈ പൂ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ ചോദിക്കും, ഇതാര് തന്നു? അത് ഇന്നാള് തന്നതാണ്. ആ പൂ അദ്ദേഹം ഒരു ഡയറിയിൽ വെച്ച് ഉണക്കിയെടുത്തിട്ട് സൂക്ഷിക്കുകയാണ്. പക്ഷെ ഇത് പറഞ്ഞപ്പോൾ ഇങ്ങനെ തീർന്നുവെങ്കിലും ഈ കഥ എഴുതിയിരിക്കുന്ന രീതി വളരെ രസകരമായിട്ടാണ്. അതുപോലെ തന്നെ അവിടുന്ന് നമ്മൾ അഭവംഗത്തിലേക്ക് വരുമ്പോൾ, ഒരു വിവാഹം നടക്കുന്ന നാൾ അച്ഛൻ്റെ അമ്മയുടെയും മനസ്സിൽ പെൺകുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച്, മകളുടെ ജീവിതത്തെക്കുറിച്ച് വല്ലാത്തൊരു ഉത്കണ്ഠയും പേടിയും ഒക്കെ ഉണ്ടാകും. ഒത്തിരി പ്രാർത്ഥനയോടുകൂടിയായിരിക്കും ഈ മകളെ മറ്റൊരു വീട്ടിലേക്ക് അയക്കുന്നത്. ഭർത്തൃ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ സന്തോഷമാണ്, സുഖമാണ് എന്നൊക്കെ കരുതിയിരിക്കും. വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയെ അതികോടീശ്വരനായ ഒരാൾ മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ വന്ന് സ്നേഹത്തോടെ അവളുടെ സൗന്ദര്യം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വിവാഹം കഴിയുകയാണ്. പക്ഷെ വീട്ടിൽ ചെന്ന് കയറിയപ്പോഴാണ് പിന്നീട് മനസ്സിലായത് കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലല്ല. അവിടെ വിരൂപിയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. ആ സഹോദരിയെ ഈ പെൺകുട്ടിയുടെ സഹോദരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നതാണ് അവർ. പക്ഷേ സഹോദരന് മറ്റൊരു പ്രണയം ഉണ്ടായിരുന്നു എന്നറിയാവുന്ന സഹോദരിക്ക് ഇത് വീട്ടിൽ പറയാൻ ബുദ്ധിമുട്ടായി. അത് തിരിച്ചറിഞ്ഞ നാൾ മുതൽ അവര് ഈ പെൺകുട്ടിയോടുള്ള പെരുമാറ്റം വേറൊരു രീതിയിലായി. പിന്നീട് പോകെയാണ് അറിയുന്നത് ഈ മനുഷ്യൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സല്ല, അദ്ദേഹത്തിന്റെ ഹോബി തന്നെ പരസ്ത്രീഗമനമാണ് എന്നുള്ള കാര്യം. അത് സ്വന്തം ഭാര്യയോട് പോലും തുറന്നു പറയുന്നു ഈ മനുഷ്യൻ. ഗർഭിണിയാണെന്ന് അറിഞ്ഞ നിമിഷം അത് സന്തോഷത്തോടെ ഭർത്താവിനോട് പറയുമ്പോൾ ഭർത്താവ് അത് അലസിപ്പിച്ച് കളയാനാണ് പറയുന്നത്. ഇങ്ങനെ ബന്ധങ്ങളുടെ മലരും ചുഴിയും ഒക്കെ ഈ കഥകളിലുടനീളം സിനീശ്യാം കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ കഥ എടുത്തു നോക്കിയാലും വല്ലാത്തൊരവസ്ഥയിലാണ് ആ സ്ത്രീ അവിടുന്ന് സ്വന്തം വീട്ടിലേക്ക് എത്തേണ്ടി വരുന്നത്, എല്ലാം സഹിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അവിടുന്ന് അവിശ്വസനീയം എന്ന കഥയിലേക്ക് വരുമ്പോൾ 3 മക്കൾ ജനിച്ചൊരച്ഛനും അമ്മയ്ക്കും മൂന്നാമത്തെ കുഞ്ഞിനെ വളരെ പൊന്നുപോലെ നോക്കുകയും, പെൺകുട്ടിയാണ്, വളരെ പൊന്നുപോലെ നോക്കുന്നു. സഹോദരങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുഞ്ഞുവാവയ്ക്ക് എന്തും കൊടുക്കണം. അതുകൊണ്ട് തന്നെ എന്താ പറയുക, പഴമക്കാർ പറയുന്ന പോലെ തലയെ വെച്ചാൽ പേനരിക്കും, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന സ്നേഹത്തിൽ വളർത്തി വലുതാക്കി. പക്ഷേ അമിത സ്നേഹം ആപത്തെന്ന് പറഞ്ഞ പോലെ വളർന്നു വളർന്നപ്പോഴേക്കും ഈ കുട്ടി അവളുടെ തന്നിഷ്ടക്കാരിയായി മാറി. അവളുടെ ജീവിതം ഏത് രീതിയിൽ വേണമെന്ന് അവൾ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലെത്തി. പക്ഷെ ആ തീരുമാനം അതൊരു നല്ല തീരുമാനമായിരുന്നെങ്കിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയേനെ. പക്ഷേ ആ കുട്ടി പോകുന്നത് മറ്റൊരു റൂട്ടിലേക്കാണ് എന്ന് തിരിച്ചറിഞ്ഞ്, അതായത് പണത്തിനോടും ആഡംബരത്തിനോടുമുള്ള ഭ്രമം അതായിരുന്നു ആ കുട്ടിയെ വഴിതെറ്റിച്ചത്. വിവാഹം കഴിച്ചിട്ട് പോലും, വിവാഹമൊക്കെ അവളുടെ ഇഷ്ടത്തിനുള്ളവരുമായിട്ടാണ് വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിച്ച് വിദേശത്ത് പോയി തിരിച്ചു വരുന്ന അവൾ അപ്പോഴും അച്ഛനോടും അമ്മയോടുമുള്ള സ്നേഹത്തിന്റെ പുറത്ത് വരുന്നതല്ല, കുടുംബത്തിന്റെ ഓഹരി വാങ്ങിക്കാനാണ് വരുന്നത്. അപ്പൊ ബന്ധങ്ങളുടെ പല മുഖങ്ങൾ നമുക്ക് സിനീശ്യാം കാണിച്ചു തരുന്നു. അതാണ് ഈ പുസ്തകത്തിന്റെ, ഹരിതാക്ഷരങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ കഥകളിലെ പ്രത്യേകതകളിൽ ഒന്നതാണ്. അവിടുന്ന് നമ്മൾ 10ാമത്തെ കഥയായ പരിചയപ്പെടുത്തൽ
എന്ന കഥയിലേക്ക് വരുമ്പോൾ, ഒരു കൂട്ടുകാരിയുടെ മകൾ യാദൃശ്യമായി വിളിക്കുന്നു. വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ജോലി കുഴപ്പമില്ല, പോകുന്നു. പക്ഷേ വളരെ തുച്ഛമായ ശമ്പളമാണ് അവിടെ ഉള്ളത്. ഏതോ ഒരു കാരണത്താൽ പെട്ടെന്നൊരു ദിവസം ആ ജോലി നഷ്ടപ്പെടുന്നു. അപ്പോൾ മറ്റു മാർഗമില്ല, അമ്മയും മകളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ജോലി മറ്റെന്തെങ്കിലും ഒരു ജോലി വേണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇതിനകത്തെ കേന്ദ്ര കഥാപാത്രം അവരോർക്കുന്നത്. തനിക്ക് പരിചയമുള്ള ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കമ്പനിയിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട്, വേണം. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും പരിചയമുള്ളവരുണ്ടെങ്കിൽ, നമുക്ക് വിശ്വാസമുള്ളവരാണെങ്കിൽ ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ വിളിച്ചു പറയുകയാണ്, ഇങ്ങനൊരു കുട്ടിയുണ്ട്, എനിക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്, അതുകൊണ്ട് അവൾക്കൊരു ജോലി കൊടുത്താൽ അത് ഒത്തിരി സന്തോഷമായിരിക്കും, അവൾ എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് പറയുകയും പിറ്റേ ദിവസം സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് വരാൻ പറയുന്നു. സർട്ടിഫിക്കറ്റ് ആയിട്ട് ചെന്നു, ഇന്റർവ്യൂവിൽ പാസ്സായി, അവൾക്ക് ജോലി കിട്ടി, മറ്റതിനേക്കാൾ കൂടുതൽ ശമ്പളമുണ്ട്, ഒത്തിരി സന്തോഷമായി. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഈ കുട്ടിയുടെ ഒരു ഫോൺ കോൾ ഈ അമ്മയെ തേടിയെത്തുകയാണ്. അവൾക്ക് ജോലി നേടിക്കൊടുത്ത, അവൾ അമ്മയെന്ന് വിശ്വസിക്കുന്ന, അമ്മയെപ്പോലെ കരുതുന്ന ആൾക്ക് എത്തുകയാണ്. കാരണം ഈ ജോലി തുടർന്നു കൊണ്ട് പോകണമെങ്കിൽ അവിടുത്തെ മാനേജർ, അതായത് ഈ അമ്മ വിളിച്ച് ആവശ്യപ്പെട്ട, ഈ കുട്ടിക്ക് ജോലി കൊടുക്കണം എന്നാവശ്യപ്പെട്ട മനുഷ്യൻ ഒരു ഡിമാൻഡ് വെച്ചിരിക്കുന്നത്, അത് ഈ കുട്ടീനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്താ ഡിമാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അമ്മയോട് അദ്ദേഹത്തിന് അഗാധമായ പ്രണയം. അതൊരു വെറും പ്രണയമല്ല, പ്രണയം എന്ന വാക്കിന് പോലും ഒരു വിശുദ്ധിയുണ്ട്. ഇത് പ്രണയമല്ല, മറ്റു പല ഉദ്ദേശമാണ്. അപ്പോൾ അത് നേടിക്കൊടുക്കാൻ ഈ കുട്ടിയെ തന്നെയാണ് അയാൾ നിയോഗിക്കുന്നത്. ഇതൊരിക്കലും ഈ കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിവർത്തികേട് കൊണ്ട് കുട്ടി വന്നു ഈ അമ്മയോട് കാര്യങ്ങൾ പറയുന്നു. ഇനി എൻ്റെ ജോലി അവിടെ തുറന്നുകൊണ്ട് പോകണമെങ്കിൽ ഇങ്ങനെ ഒരു ഇതാണ്, ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത്, മോള് വിഷമിക്കേണ്ട, അതിന് പരിഹാരം ഞാൻ കാണാം, നീ അദ്ദേഹത്തിന് എൻ്റെ നമ്പർ കൊടുത്തിട്ട് എന്നെ വിളിക്കാൻ പറയുന്നു. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഈ നമ്പർ കൊടുക്കുന്നത്, ഇയാൾ ഈ നമ്പർ വാങ്ങിച്ചിട്ട് വിളിക്കുന്നത്. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മറുപടിയും ഒരു കാര്യമാണ് ഈ അമ്മ ചെയ്യുന്നത്. നമുക്ക് വളരെ ബഹുമാനം തോന്നിപ്പോയി അമ്മയോട്. ആ സംഭവം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഞരമ്പ് രോഗികളെ നിലയ്ക്ക് നിർത്താൻ അദ്ദേഹം വിളിച്ച ആ ഒരൊറ്റ ഫോൺ കോൾ മതിയായിരുന്നു. അതിന് ആ അമ്മ കൊടുത്തൊരു മറുപടി മതിയായിരുന്നു. ആ മറുപടി എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ പുസ്തകം ഒന്ന് വായിക്കണം, ഈ കഥയൊന്ന് വായിക്കണം. അവര് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധാപൂർവം, ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധാപൂർവം കേട്ടിരുന്നിട്ട് ഈ അമ്മ ഒരൊറ്റ വാക്കിലാണ് മറുപടി പറയുന്നത്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, അടുത്തൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇനി തീരുമാനിക്കുക എന്ത് വേണം. അതോടുകൂടി ക്ലോസ്, മറ്റേ കക്ഷി ഫ്ലാറ്റ്. സംഭവം ഒക്കെ ആയി. ആ കുട്ടിക്ക് ഒരു ശല്യവുമില്ല, ആ കുട്ടി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ജോലിക്ക് കയറും. ഇന്നത്തെ തലമുറ അറിഞ്ഞിരിക്കേണ്ട, കാരണം ഇന്നിന്റെ കഥയാണത്. ഈ കഥകളിലുടനീളം വരുന്ന മറ്റൊരു വിഷയം അതാണ്, കാലഘട്ടം. കാലത്തിനൊപ്പം നീങ്ങുന്നു. ഈ കഥകളുടെ പ്രത്യേകത അതും കൂടെയാണ്. ഇന്ന് നമ്മൾ നിരന്തരം, ഇന്ന് നമ്മുടെ ഒരു അവയവം പോലെ ആയിരിക്കുന്ന ഫോൺ, മൊബൈൽ ഫോൺ, ഈ ഫോണിന്റെ ചതിക്കുഴികളെ പറ്റിയ കഥകളും ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ഗീതാ പഠനം എന്ന 26ാമത്തെ കഥയിലേക്ക് വരുമ്പോൾ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്, ഫോണിൽ പേര് സേവ് ചെയ്തിട്ടിരിക്കുന്നത് ഇപ്പൊ ശശി എന്നായിരിക്കും. പുരുഷന്മാരുടെ ഫോണിൽ പേര് സേവ് ചെയ്തിരിക്കുന്നത് ശശി എന്നായിരിക്കും. പക്ഷെ ഫോൺ എടുക്കുമ്പോൾ അപ്പുറത്ത് കേൾക്കുന്നത് സ്ത്രീയുടെ ശബ്ദം. പിന്നീട് അന്വേഷിക്കുമ്പോഴായിരിക്കും ശശി അല്ലാതെ ശശികലയാണെന്ന് അറിയുന്നത്. ഇങ്ങനെയുള്ള ചുറ്റിക്കളികൾ നിരന്തരം നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുടുംബ ബന്ധങ്ങൾ തകർക്കാറുമുണ്ട്. ഇതുപോലൊരു ഫോൺ കോളിലാണ് ഗീതാ പഠനം എന്ന കഥ പറയുന്നത്. ഗീതാ പഠനം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കരുതുന്നത് ഭഗവത്ഗീത പഠിക്കുന്നതിനെ കുറിച്ചാണ്. അത് അങ്ങനെ തന്നെയാണ് ഈ കഥ തുടങ്ങുന്നത്. ഭാര്യ പറയുന്നു, എപ്പോൾ വിളിച്ചാലും ഏട്ടൻ ഗീത പഠിക്കുന്നുണ്ട്, അപ്പൊ പുലർച്ചെയും രാത്രി ഒത്തിരി വൈകിയൊക്കെ
ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ട് ഗീതാ പഠനത്തിനായിട്ട് കുറെ സമയം മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതാണ്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അദ്ദേഹം ഒരു ആത്മീയ പാതയിലേക്ക് പോകുന്നു. ഭാര്യയ്ക്ക് ഒത്തിരി സന്തോഷം. പക്ഷെ പിന്നീട് യാദൃശികമായിട്ട് ഭാര്യ കണ്ടുപിടിക്കും ഈ ഗീതാ പഠനം എന്താണെന്നുള്ളത്. അപ്പുറത്ത് ഒരു ഗീതയാണെന്നുള്ളതും ആ ഗീതയുമായിട്ടുള്ള പഠനമാണ് ഈ നടക്കുന്നതെന്നും പിന്നീട് ഭാര്യ കണ്ടുപിടിക്കുന്നുണ്ട്. അതൊക്കെ രസകരമായിട്ടാണ്. ഒരുപക്ഷെ നമ്മളൊന്ന് ഇതിലെന്ത് അത്ഭുതം ഇരിക്കുന്നു എന്നത്. പക്ഷെ ആ എഴുത്തിന്റെ ഭംഗി അതാണ്. നിസാരമായ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ആ എഴുത്തിന്റെ ഭംഗി. ഇതിനകത്ത് സ്വർണ്ണമാല എന്ന് പറയുന്ന ഒരു കഥ, അതായത് 22ാമത്തെ സ്വർണ്ണമാല എന്ന് പറയുന്ന ഒരു കഥ കേട്ട് ഒരൊറ്റ പാരഗ്രാഫിലാണ് ആ കഥ എഴുതിയിരിക്കുന്നത്. എഴുത്തിന്റെ മികവുകളിൽ ഒന്ന് കാണിക്കുന്നതാണ്. വെറും ഒരൊറ്റ പാരഗ്രാഫിൽ ഒരു കഥ പറഞ്ഞു. ഒരു പേജ് പോലും എടുത്തില്ല. വഴിയരികിൽ വെച്ചിട്ട് ബൈക്കിൽ വന്നൊരു മോഷ്ടാവ് ഒരു സ്ത്രീയുടെ മാല കവർന്നുകൊണ്ട് പെട്ടെന്ന് ഇവര് അലറിക്കരയുമ്പോഴേക്കും ബൈക്ക് അങ്ങ് അകന്നു പോയി. പക്ഷെ ഈ ബൈക്ക് പോകുന്ന പോക്കിൽ പെട്ടെന്ന് ഇവര് കയറി പിടിച്ചപ്പോൾ കിട്ടിയത് ഈ മോഷ്ടാവിന്റെ ഉടുതുണിയായിരുന്നു, മുണ്ടായിരുന്നു. അത് ഉരിഞ്ഞ് കയ്യിൽ കിട്ടി. അപ്പോ ഈ ശക്തിക്ക് വലിച്ചപ്പോ ഈ മുണ്ടിന്റെ അറ്റത്ത് നിന്ന് മറ്റ് 2 മാല ഊർന്ന് നിലത്ത് വീണു. അപ്പോഴേക്കും ഇവര് കരച്ചിൽ നിർത്തി. രസകരമായ കാര്യം, മോഷ്ടാവ് അപ്പോഴേക്കും അങ്ങ് അകന്നു പോയി. അപ്പൊ ഇവരുടെ സ്വന്തം മാല മോഷ്ടാവിന്റെ കയ്യിലായി. മോഷ്ടാവ് എവിടുന്നോ മോഷ്ടിച്ച് തുണിത്തുമ്പിൽ കെട്ടിയിരുന്ന 2 മാല ഇവരുടെ കയ്യിലുമായി. തുണിത്തുമ്പിൽ കെട്ടിയിട്ട് മോഷ്ടാവിൻ്റെതായി കിട്ടിയ ഇവരുടെ കയ്യിൽ കിട്ടിയ 2 മാല ഒറിജിനൽ സ്വർണവും. ഇവരുടെ കഴുത്തിൽ നിന്ന് മോഷ്ടാവ് പറിച്ചെടുത്തത് ഇമിറ്റേഷൻ ഗോൾഡുമായിരുന്നു, മുക്കുപണ്ടമായിരുന്നു. അപ്പൊ ആദ്യം ഒന്ന് അലറി കരഞ്ഞു കാണിച്ചെങ്കിലും ഒരു ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാനെ ഒരു മാലയിടാൻ കൊതിച്ച്, സ്വർണ്ണമാല ഇടാൻ കൊതിച്ച് എനിക്ക് നീ 2 കൊണ്ട് തന്നല്ലോ എന്നുള്ളത്. പക്ഷേ അതിനകത്തും ഒരു നല്ല സ്ത്രീയെ കാണിക്കുന്നുണ്ട്. അവരതുകൊണ്ട് തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണേ, എനിക്കിത് കിട്ടിയെന്നും പറഞ്ഞു. ഒരു മാല സ്വന്തമായിട്ട് ഇടുന്നതിനേക്കാൾ ആത്മസംതൃപ്തിയാണ് ആ മാല പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചപ്പോൾ കിട്ടിയതെന്ന് പറഞ്ഞാണ് ആ കഥ തീരുന്നത്. ജീവിതത്തിന്റെ വേറൊരു മുഖം. അവിടുന്ന് നമ്മൾ ഗുപ്തഗോചരം എന്ന 12ാമത്തെ കഥയിലേക്ക് വരുമ്പോൾ ഇതിലെ ചില കഥകൾ അതൊന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ, ചില പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ വല്ലാതെ നമ്മുടെ മനസ്സിന് പിടിച്ചുലയ്ക്കുന്ന ചില കഥകൾ, ഞാൻ മുൻ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ള ചില കഥകൾ, ലാസ്റ്റ് ലീഫിനെയൊക്കെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. എഴുത്തിന്റെ ശക്തിയേക്കാൾ ഉപരി ആ എഴുത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന പ്രമേയത്തിന്റെ പ്രത്യേകത. ഇന്ന് വിദേശ രാജ്യങ്ങളെ പോലും വെല്ലുന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ, ഈ പ്രത്യേകിച്ച് ഇന്ത്യയിലെന്നല്ല ഈ കൊച്ചു കേരളത്തിൽ പോലും പടർന്നു പിടിക്കുന്ന ഒരു മഹാവ്യാധി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് സ്വവർഗരതി. അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് 12ാമത്തെ ഗുപ്തഗോചരം എന്ന കഥ സിനി ശ്യാം എഴുതിയിരിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ മനസ്സിനെ ഒരു പിടിച്ചുലയ്ക്കുന്ന ഒരു കഥ. ഞാൻ ആ കഥയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അത് നിങ്ങളൊന്ന് വായിച്ച് തന്നെ അറിയണം. ഞാനിത് പറഞ്ഞപ്പോൾ ഒരു പക്ഷെ നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കണം, ഇതിലെന്ത് പ്രത്യേകത ഇരിക്കുന്നു, ഇതിപ്പോ നാട്ടിൽ നടക്കുന്നതല്ലേ, ഇല്ല നമ്മൾ കേൾക്കുന്നതല്ലേ, ടി വിയിലും പത്രങ്ങളിലും മൊബൈലിലും ഒക്കെ കാണുന്നതല്ലെന്ന് ഞാൻ തുടരെ പറയുന്നു. പക്ഷെ ആ വിഷയത്തെ സിനി ശ്യാം എന്ന എഴുത്തുകാരി സമീപിച്ചിരിക്കുന്ന രീതി, ആ പ്രമേയം എടുത്തുകൊണ്ട് വന്ന കഥ നമ്മളോട് പറഞ്ഞിരിക്കുന്ന രീതി, അത് കുടുംബ ബന്ധങ്ങൾ, കുടുംബത്തിലെ ഓരോ അംഗങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെ എത്രമാത്രം ശിഥിലമാക്കുന്നു എന്ന് കൂടി കാണിച്ചു തരുന്നു. അതാണ് ആ കഥയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിഷയത്തെ പ്രതിനിധീകരിച്ച് മാത്രമല്ല, ആ പ്രവൃത്തിയിലൂടെ ഒരു കുടുംബത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാകുന്ന എന്താ പറയുക, ദോഷം, അത് എത്രത്തോളം വലുതാണ് എന്ന് കൂടെ നമ്മളെ വ്യക്തമാക്കി തരുന്നു സിനി ശ്യാം. അതാണ് ഗുപ്തഗോചരം എന്ന കഥ. അടികൊള്ളിച്ചോറെന്ന കഥയിലേക്ക് വരുമ്പോൾ പണവും പ്രതാപവും ഒക്കെ മനുഷ്യനെ എത്രത്തോളം വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നു. പണത്തിനോടുള്ള ആർത്തി, പ്രതാപം വീണ്ടും വർദ്ധിക്കുവാനുള്ള ആർത്തിയൊക്കെ
എന്തുമാത്രം മനുഷ്യനെ അധപ്പതനത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതിലേക്ക് വരുന്നത്. ഇന്ന് ഫ്ലാറ്റ് സംസ്കാരം വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. തൊട്ടടുത്ത ഫ്ലാറ്റുകളിൽ ആരാണ് താമസിക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ വയ്യാത്തൊരു കാലമാണ്. പക്ഷെ എന്നാലും ഇന്നും കുറവില്ലാത്തൊരു കാര്യമാണ് പരദൂഷണം. സ്വന്തം വീട്ടിലെ കാര്യം നോക്കാൻ നേരമില്ല, പക്ഷെ തൊട്ടടുത്ത എൻ്റെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് അന്വേഷിക്കാനാണ് പലർക്കും താല്പര്യം. അപ്പോ മറ്റൊരു വീട്ടിലേക്ക് ഒരാൾ എത്തിയാൽ അയാൾ ആരാണ്, അയാൾ എന്താണ്, അയാൾ എന്തിനു വന്നു എന്നൊന്നും അന്വേഷിക്കാതെ ആ വീട്ടുകാരെയും ആ വന്നിരിക്കുന്ന ആളെയും കുറിച്ച് അപവാദം പറയുക, അത് മറ്റൊരു കാതിലേക്ക് എത്തിക്കുക, അവിടുന്ന് അത് സ്പ്രെഡാക്കുക. എന്താ പറയുക, ഒന്നാമത്തതിൽ കടുകാണെങ്കിൽ ഒമ്പതാമത്തിൽ എത്തുമ്പോൾ കാക്കയാകും എന്ന് പറഞ്ഞതുപോലെ ഇത് വളരെ വലുതാക്കിയെടുക്കുക. പക്ഷേ ചിലരതല്ല, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ചോദിക്കും. അങ്ങനെ തൻ്റെ ഇടത്തോടെ നേരിട്ട് ചോദിച്ച് ഒരു സ്ത്രീയുടെ കഥ പറയുന്ന ഒരു കഥയാണ് നമ്മൾ മാനസിക വൈകൃതം എന്ന കഥയിൽ വായിക്കുന്നത്. അത് സത്യമാണ്. ആ കഥയ്ക്കിട്ട് ഏറ്റവും നല്ല അനുയോജ്യമായ പേര് അത് തന്നെയാണ്, മാനസിക വൈകൃതം. കാരണം അതൊരു രോഗമാണ്. പരദൂഷണം എന്ന് പറയുന്ന ഒരു രോഗം തന്നെയാണ്. ചികിത്സിച്ചാൽ മാറില്ല, സ്വയം മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അവനവൻ ചികിത്സിക്കണം. അതാണ്. അവിടുന്ന് നമ്മൾ കൊറോണ തന്ന ഭാഗ്യം എന്ന കഥയിലേക്ക് വരുമ്പോൾ, കൊറോണ എന്ന മഹാവ്യാധിയെ ലോകം ഭയത്തോടെ കണ്ട കാര്യമാണ്. പക്ഷേ ചിലയിടങ്ങളിൽ അതൊരു ഉപകാരമായി മാറിയ സന്ദർഭങ്ങളുമുണ്ട്. അങ്ങനെ ഉപകാരമായി മാറിയ ഒരു സന്ദർഭമാണ് ഈ കൊറോണ തന്ന ഭാഗ്യം എന്ന കഥയിലേക്ക് പറയുന്നത്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ദുരന്തമായ ഒരു കാര്യമാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. സ്വന്തം മക്കൾക്കും ഭർത്താവിനും ഇനി എന്ത് ഇന്ന് വെച്ചു കൊടുക്കണം, വെച്ചുണ്ടാക്കണം എന്നറിയാതെ വിഷമിക്കുന്നൊരു വീട്ടമ്മ. ആഹാരത്തിന് വഴിയില്ല, ഭർത്താവിന് അസുഖം, മക്കൾക്ക് ആഹാരം കൊടുക്കണം, ഭർത്താവിന് ആഹാരം കൊടുക്കണം, വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തീർന്നു. ഈ ഒരു അവസരത്തിലാണ് ഭർത്താവിനൊരു വയ്യായികയാകുന്നത്. ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് കൊറോണയാണെന്ന്. അതുകൊണ്ട് തന്നെ ഭാര്യയും ചെക്കപ്പ് ചെയ്തപ്പോൾ അറിയുന്ന അവർക്കും കൊറോണയാണ്. അപ്പൊ എന്തായാലും നാട്ടിൽ അറിഞ്ഞു ആ വീട്ടിൽ കൊറോണയാണ്. പക്ഷെ പിന്നീട് ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നീട് കണ്ട കാഴ്ച അതിഭയങ്കരമായിരുന്നു. ഓരോ വീടുകളിൽ നിന്നും ഇവരുടെ ഉമ്മറത്തേക്ക് കൊണ്ടുവെക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ, പാലും പഴവർഗ്ഗങ്ങളും ഒക്കെ ആയിട്ട് ഇവർക്ക് ചിന്തിക്കാവുന്നതിനപ്പുറത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങളാണ് ഓരോ സുമനസ്സുകളും കൊണ്ടുവന്ന് വെക്കുന്നത്. അത് ശരിക്കും ഇവർക്കതൊരു ഭാഗ്യമായി മാറുകയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് കൊതിച്ചിരിക്കുമ്പോൾ 3 മാസത്തോളം കഴിക്കാനുള്ള ആഹാരത്തിനുള്ള വകയുമായി സ്വന്തം അയൽക്കാർ എത്തുന്നു എന്ന കാഴ്ചയാണ് കൊറോണ തന്ന ഭാഗ്യം എന്ന കഥയിലൂടെ സിനിശ്യാം നമ്മോട് പറയുന്നത്. വളരെ രസകരമായി തന്നെ സിനിശ്യാം അത് എഴുതിയിട്ടുമുണ്ട്. അവിടുന്ന് ഇതിനകത്ത് ഈ 30 കഥകളിൽ ഒരു ശരിക്കും ക്ലാസിക് ടച്ച് വരുന്നൊരു കഥയാണ് തപന. ഭയങ്കര ഫീല് തരുന്നൊരു കഥയാണ്. ഒരു ചിത്രകാരന്റെ എക്സിബിഷൻ കാണാൻ എത്തുന്ന ഒരു പെൺകുട്ടിയിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. അദ്ദേഹം വരച്ച, അദ്ദേഹത്തിന് രാജാ രവിവർമ്മ പുരസ്കാരം കിട്ടിയ ചിത്രവും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ ചിത്രവും ഈ പെൺകുട്ടിയുമായിട്ടൊരു ബന്ധമുണ്ട്. ആ ചിത്രത്തിന് അദ്ദേഹം ഇട്ടിരിക്കുന്ന പേരും തപന എന്ന് തന്നെയാണ്. അപ്പൊ ആരാണ് ഈ തപന? ഈ തപനയും ഈ ചിത്രവുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇല്ലെങ്കിൽ ഈ ചിത്രം കാണാനെത്തി ഈ പെൺകുട്ടിക്ക് ഈ ചിത്രവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതൊക്കെയാണ് തപന എന്ന കഥയിലൂടെ പറയുന്നത്. ഏറ്റവും മനോഹരമായ ഈ 30 കഥകൾ ഒന്നിനൊന്നിന് മികച്ചവ തന്നെയാണ്. പക്ഷേ 30-ലേത് എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണടച്ചുകൊണ്ട് പറയാൻ കഴിയും തപന. മനോഹരമായൊരു കഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കഥയെക്കുറിച്ച് ഞാൻ വേറെ ഒന്നും പറയാത്തത്. അത് നിങ്ങൾ ആര് പറഞ്ഞാലും സ്വയം വായിച്ച് അറിയുന്നത്രയും സൗന്ദര്യം കിട്ടില്ല. അത് വായിച്ച് തന്നെ അറിയണം. ഞാൻ പറയുന്ന ഹരിതാക്ഷരങ്ങൾ കയ്യിലെടുത്താൽ നിങ്ങൾ ആദ്യം വായിക്കേണ്ട കഥ തപനയാണ്. ഞാനൊരു ഓർഡറിൽ വായിച്ചു വന്നപ്പോഴാണ് തപന വായിച്ചത്. പക്ഷെ വായിച്ചത് കൊണ്ട് ഞാൻ പറയുന്നു, ഈ ഹരിതാക്ഷരങ്ങൾ എന്ന കഥ എടുത്താൽ, ആ പുസ്തകം എടുത്താൽ, തപന എന്ന കഥ ആദ്യം വായിച്ചാൽ പിന്നെ നിങ്ങൾ ഈ 30 കഥകളും വായിക്കാതെ ഈ പുസ്തകം വയ്ക്കില്ല.
അത്രയ്ക്ക് മനോഹരമായിട്ടാണ് തപന എന്ന കഥ. ഓരോ കഥയും മികച്ചത് തന്നെയാണ്, ഒന്നും മോശമെന്നല്ല ഞാനീ പറയുന്നത്. പക്ഷെ അതിലേത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കഥയാണ് തപന. അവിടുന്ന് ബഹിർത വേഷത്തിലേക്ക് വരുമ്പോഴും ബന്ധങ്ങളുടെ പവിത്രതയും ഇത് ഒക്കെ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഇത് ഇത്രയും സീരിയസ് ആയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ചില കഥകളിൽ തമാശ കൊണ്ടുവരുന്നുണ്ട്. മിക്സർ ഗ്രൈൻഡർ എന്ന് പറഞ്ഞൊരു കഥ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അടുക്കളയിൽ നിന്ന് കേൾക്കുന്ന അതിശക്തമായ ഒരു ഒച്ചയോടുകൂടിയാണ് കഥ ആരംഭിക്കുന്നത്. സംഭവം വേറൊന്നും അല്ലായിരുന്നു. മിക്സി ഓൺ ചെയ്ത് വെച്ച സമയത്ത് കറണ്ട് പോയിരുന്നു. അടുക്കളയിലെ പണി ഓർത്തുകൊണ്ട് കറണ്ട് പോയ വിവരം അറിഞ്ഞില്ല, മിക്സി ഓൺ ആണെന്ന് പറഞ്ഞില്ല, അടുക്കളയിലെ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു. പക്ഷെ ഇടക്ക് ടെറസിലേക്ക് എപ്പോഴോ പോയപ്പോഴാണ് കറണ്ട് വന്നത്. കറണ്ട് വന്നപ്പോൾ എന്ത് പറ്റി? ഓൺ ചെയ്ത് വെച്ചിരുന്ന മിക്സി വർക്കായി, അതിഭയങ്കരമായ ശബ്ദമായി. ഇതാണ് കഥാതന്തു. പക്ഷെ അത് മറ്റ് കഥകളിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് കുറെ തമാശയൊക്കെ ചേർത്ത് സിനീശ്യാം പറഞ്ഞപ്പോൾ അത് മനോഹരമായ ഒരു കഥയായി മാറി. ഒരു എഴുത്തുകാരിയുടെ വിജയമാണ് അവിടെ കാണുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു റൂട്ടിലൂടെയാണ് ആ കഥ സിനീശ്യാം കൊണ്ടുപോയിരിക്കുന്നത്. നല്ല രസകരമായി അത് ഏറ്റവും മനോഹരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, കുറെ തീവ്രമായ വിഷയങ്ങൾ പറഞ്ഞു വന്നിട്ട് ഇടയ്ക്ക് ഇതുപോലൊരു കഥ വരുമ്പോൾ മനസ്സിനൊരു റിലാക്സേഷൻ കൂടെയാണ്. നമുക്ക് ആ പുസ്തകത്തിൽ നിന്ന് വിട്ടു പോകാതെ തന്നെ നമുക്ക് മനസ്സൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പിന്നെ ഇപ്പൊ അപഭംഗം, അതുപോലെ തന്നെ പരിചയപ്പെടുത്തൽ, ഗുപ്തഗോചരം, ഈ കഥയൊക്കെ വായിച്ചിട്ട് അടുത്ത കഥയിലേക്ക് നമുക്ക് പോകാൻ ഒരു ഇത്തിരി ടൈം എടുക്കും നമ്മൾ. കാരണം വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ആ ഓരോ കഥകളും തീരുന്നത്. നമുക്ക് ഇന്ന് നമ്മുടെ കാലത്ത് നമ്മുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളാണ് എങ്കിൽ പോലും അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കഥ, അഷ്ടമിരോഹിണി എന്ന് പറയുന്ന ഒരു കഥയുണ്ട് ഇതിനകത്ത്. ഒരു മനുഷ്യന്റെ മനസ്സ്, അത് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. നമ്മളോട് ചിരിച്ചു കാണിക്കുന്ന മനസ്സായിരിക്കില്ല യഥാർത്ഥത്തിൽ ഈ മനുഷ്യന്റെ മനസ്സ്. വിദ്യാസമ്പന്നനായ ഒരു അധ്യാപകൻ, ഗുരു ആരാണ് നമുക്കറിയാലോ. ലോകത്തിന് പ്രകാശം പരത്തേണ്ടവനാണ് ഗുരു, തൻ്റെ ശിഷ്യരിലൂടെ. അതാണ് ഒരു ഗുരുവിന്റെ നിയോഗം. അതുകൊണ്ടാണ് നമ്മൾ ഗുരു എന്ന് വിളിക്കുന്നത്. ആ ഗുരു അത് പുറമേ മാത്രമായ പോരാ, അകത്തും ഗുരു ആയിരിക്കണം. അധ്യാപകൻ ഓരോ ദിവസവും സ്വന്തം വീട്ടില്, പ്രത്യേകിച്ച് ഭാര്യയോടുള്ള പെരുമാറ്റം, അത് ഞാൻ ഇതിനകത്ത് പറയുന്നില്ല, നിങ്ങളത് വായിക്കുക. സഹികെട്ടിട്ടാണ് അവർ ആ വീട് വിട്ടു പോകുന്നത്. സ്വന്തം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവർ ഗർഭിണിയായിരുന്നു, പ്രഗ്നന്റ് ആയിരിക്കുന്നത്. അവർക്കൊരു കുഞ്ഞ് ജനിച്ചു, പെൺകുട്ടിയാണ്. തിരിച്ച് പ്രസവം കഴിഞ്ഞ് നാട്ടുനടപ്പ് പോലെ അമ്മയും സഹോദരിയും ചെന്ന് പെണ്ണിനെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. പക്ഷെ വീണ്ടും ശങ്കരൻ തെങ്ങിൽ തന്നെ എന്ന് പറഞ്ഞ പോലെ അധ്യാപകൻ, പ്രമോദ് എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്, അധ്യാപകൻ പഴയ ഇത് തന്നെ. യാദൃശ്യമായിട്ട് ഒരു ദിവസം കുളിമുറിയിൽ നിന്ന് കുളിച്ചിട്ടിറങ്ങി വരുന്ന ഈ അമ്മ കാണുന്നൊരു കാഴ്ചയുണ്ട്. നമ്മൾ കുറെ അധികം നേരം പുസ്തകത്തിൽ ആ പേജ്, ആ സിറ്റുവേഷൻ വായിച്ചു കഴിയുമ്പോൾ ഫ്രീസ് ആയിരിക്കും. അടുത്ത വരിയിലേക്ക് പോകാനോ അടുത്ത പേജിലേക്ക് പോകാനോ അടുത്ത കഥയിലേക്ക് പോകാൻ ഏറെ സമയമെടുക്കും നമുക്ക്. കാരണം അത്രയ്ക്ക് തീവ്രമായ ഒരു കാഴ്ചയാണ് ആ അമ്മ കാണേണ്ടി വരുന്നത്. അവർ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അവരെന്താണ് അവിടെ കണ്ടതെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ ആ പുസ്തകം ഒന്ന് വായിക്കുക, ആ കഥയൊന്ന് വായിക്കുക. നമുക്ക് എന്താ പറയാ, ഇതൊക്കെ ഒരു പക്ഷേ ഇന്ന് ഈ ലോകത്ത് നടക്കുന്നതാണ്. ഒന്നും ഒരു കൃത്രിമമായിട്ട് സിനീശ്യാം എന്ന എഴുത്തുകാരി എഴുതി ഉണ്ടാക്കിയതല്ല. ആദ്യം ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇതെങ്ങനെ ഇങ്ങനെ എഴുതാൻ പറ്റുന്നു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് തിരിച്ചറിയാൻ പറ്റി, എഴുതണം, പുറം ലോകം അറിയണം.
ഓരോ സ്ഥലത്തും നടക്കുന്ന കഥകൾ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത് പുറം ലോകം അറിയാൻ വൈകുന്നത് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം ജയിൽ ചാടിയ ഗോവിന്ദചാമി നമുക്കെല്ലാവർക്കും അറിയാം. ട്രെയിനിൽ നിന്ന് ആ പാവം പെൺകുട്ടിയെ തള്ളിയിട്ടിട്ട് ആ വീഴ്ചയിൽ 14 പല്ലുകളാണ് നഷ്ടപ്പെട്ടത്. ആ കുട്ടി തോളസ്ഥി ഒടിഞ്ഞിരുന്നു, കൈകൾ ഒടിഞ്ഞിരുന്നു, കാലുകൾ ഒടിഞ്ഞിരുന്നു. പുറകെ ചാടിയിറങ്ങിയ ഈ ഒറ്റക്കയ്യൻ അവന്റെ ഒരു കൈ കൊണ്ട് ഇത്രയ്ക്ക് മുഖം ചതഞ്ഞു 14 പല്ലുകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ മുഖത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. ഇതിനെ വീണ്ടും ആ ട്രാക്കിന്റെ സമീപത്ത് നിന്ന് തൊട്ടടുത്ത കുറ്റിക്കാട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയിട്ടാണ് അതിമൃഗീയമായ രീതിയിൽ റേപ്പ് ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ മനസ്സാണ്. കഴിഞ്ഞ ദിവസം അവൻ ജയിലിൽ ചാടുകയും കേരള പോലീസ് വളരെ വിദഗ്ധമായി അവനെ തിരിച്ചു പൊക്കുകയും ചെയ്തു. അപ്പോ ഞാൻ ഈ സംഭവം, ഈ കഥ ഈ പുസ്തകമായിട്ട് ഒരു ബന്ധമുള്ളതല്ല. ഞാൻ മനുഷ്യന്റെ മനസ്സ് എത്രത്തോളം മൃഗീയമാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ ഈ അഷ്ടമിരോഹിണി എന്ന കഥ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയ കുറെ സംഭവങ്ങളുണ്ട്. അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞത്. പുറമേ നമ്മൾ നോക്കുമ്പോൾ അധ്യാപകനാണ്, സംഗീതജ്ഞനാവാം, ശാസ്ത്രജ്ഞനാവാം, യോഗിയാവാം, ആരുമാവാം. പക്ഷേ ഇവരുടെയൊക്കെ ഉള്ളിൽ എന്താണ്? ഒരു അധ്യാപകന്റെ വേഷം കെട്ടി നടക്കുമ്പോഴും, ഇല്ലെങ്കിൽ ഒരു സന്യാസിയുടെ വേഷം കെട്ടി നടക്കുമ്പോഴും, ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡോക്ടറുടെ വേഷം കെട്ടി നടക്കുമ്പോഴും ഇതൊന്നും വേണ്ടത് വേഷത്തിലല്ല, ഉള്ളിലാണ് വേണ്ടത്. ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ ഓരോ നിയോഗമുണ്ട്. അത് ഏറ്റവും ഭംഗിയായി പൂർത്തിയാക്കുമ്പോഴാണ് അവന്റെ ജന്മം സഫലമാകുന്നത്. പകരം ഈ കിട്ടിയ വേഷങ്ങൾ പുറത്തണിഞ്ഞിട്ട് അകത്ത് ആട്ടുംതോലിട്ട ചെന്നായി എന്ന് പറഞ്ഞ പോലെ അകത്തൊരു ചെന്നായി, ഏറ്റവും ക്രൂരനായ ചെന്നായി. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഈ അഷ്ടമിരോഹിണി എന്ന കഥയിൽ കാണുന്നത്. ആ കഥ നിങ്ങളൊന്ന് വായിക്കണം. ഇങ്ങനെ എടുത്തു പറയേണ്ട കുറേ കഥകൾ ഇതിനകത്തുണ്ട്. കഥകളെല്ലാം ഒന്നിനൊന്നിനെ മികച്ചവ തന്നെയാണെന്ന് പറയുമ്പോഴും എടുത്ത് കാണിക്കുന്ന കുറെ കഥകളുണ്ട്. കാരണം അതിലേക്ക് തിരഞ്ഞെടുത്ത വിഷയങ്ങൾ, ആ വിഷയം പറയുന്ന രീതി, ഇതൊക്കെ വളരെ മികച്ചത് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും രസകരമായ ഒരു കാര്യം, എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയത് ഇതിൽ ഓരോ കഥാപാത്രങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരുകൾ. മനസ്സിൽ നമ്മുടെ മകരന്ദ ഒരു കഥാപാത്രത്തിന്റെ പേര്, ആ കഥ വായിച്ചപ്പോൾ നമുക്ക് തോന്നും അതിനേക്കാൾ നല്ലൊരു പേര് ആ കഥാപാത്രത്തിന് കൊടുക്കാൻ പറ്റില്ല. അഷ്ടമിരോഹിണി എന്ന് പറയുന്ന കഥയിലും വരുന്ന കഥാപാത്രങ്ങൾക്ക് അങ്ങനെയുള്ള പേരുകൾ. ഇതിൽ ഓരോ ഇതെടുത്ത് നോക്കിയാലും കഥാപാത്രങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരുകൾ പോലും എത്രയോ അർത്ഥവത്താണ്, എത്രയോ യോജിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഇതിൻ്റെ ഓരോ സ്പാർക്കും ഓരോ പോയിന്റും വളരെ ഗൗരവത്തോടെ വളരെ ചിന്തിച്ച് തന്നെയാണ് സിനിശ്യാം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഒരിക്കലും നമുക്ക് മുഷിപ്പ് അനുഭവപ്പെടില്ല. എത്രയൊക്കെ നിരീശ്വരവാദം പറയുമ്പോഴും എവിടെയൊക്കെയോ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചു പോകുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അങ്ങനെ പറയുന്നൊരു കഥയാണ് ചാക്രിയം. 4 തലമുറകൾക്കുണ്ടാകുന്ന ദുരന്തം, അതാണ് ചാക്രിയം എന്ന കഥ നമ്മോട് പറയുന്നത്. ഒടുവിൽ നിരീശ്വരവാദിയായ ഒരിക്കൽ അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഇത്രയേറെ ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും എന്തിനാണ് അമ്മ ഈ ദൈവത്തെ വിളിക്കുന്നത് എന്നും ചോദിച്ച മകള്, അവൾക്ക് താങ്ങാവുന്നതിനപ്പുറം ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ആ ദുരന്തത്തിൽ നിന്ന് കരകയറ്റാൻ അവളെയും അവളുടെ കുഞ്ഞിനെയും അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ മുത്തശ്ശിയുടെ മടിയിലേക്ക് വീണ് ഈ ചെറുമകൾ ആർത്തലച്ച് കരയുകയാണ്. തൊട്ടടുത്ത് 4-ാം തലമുറയായ കുഞ്ഞ് നിൽക്കുന്നു. എഴുന്നേറ്റ് അവിടുന്ന് പോയി ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ, ദൈവത്തിന്റെ ചിത്രത്തിന്റെ മുന്നിൽ കൈകൂപ്പി നിന്ന് തൊഴുന്ന മകളെയാണ് പിന്നീട് ഈ അമ്മ കാണുന്നത്. അപ്പോ ഓരോ വിഷയവും തിരഞ്ഞെടുത്തിരിക്കുന്നത് സിനിശ്യാം അങ്ങനെയാണ്. ഒരു പേര് കേട്ടപ്പോൾ കൗതുകം തോന്നിയ ഒരു കഥയാണ് കൂപ്പൺ.
ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു കോമഡി സബ്ജക്റ്റാണ് ഞാൻ ശരിക്കും കരുതിയത്, കൂപ്പൺ എന്ന കഥയിൽ. പക്ഷേ എന്ത് രസകരമായിട്ട് ആണ് കൂപ്പൺ എന്ന കഥ സിനിശ്യാം എഴുതിയിരിക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തില് ഭർത്താവുമൊത്ത് തൊഴാനെത്തിയ ഒരു വീട്ടമ്മ, ഒരു ഹോട്ടലിന്റെ ഉടമയാണ് അവിടെ ഭർത്താവ്. മകനുണ്ട്, പക്ഷെ അച്ഛനും മകനും തിരക്കിൽ കയറാനും അതിനൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് അമ്മയോട് പറയും, അമ്മ പോയി തൊഴുതിട്ട് വാ, അല്ല പിന്നെ ഭർത്താവ് ഭാര്യയോട് പറയും, നീ പോയി തൊഴുതിട്ട് വാ, ഞാനിവിടെ നിൽക്കാം. ഭഗവാനെ നേദിക്കാനുള്ള നെയ്യും ഭഗവാന്റെ വിളക്കിലൊഴിക്കാനുള്ള എണ്ണയും ഒക്കെയായി ഈ അമ്മ ചെല്ലുമ്പോൾ അവിടെ നല്ല തിരക്ക്. എങ്ങനെയാണ് ഭഗവാനെ ഒന്ന് തൊഴുക? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, വലത്തിട്ട് വന്ന് നടക്കിൽ ഇത് വെച്ചിട്ട് പോവാം എന്ന് കരുതി പ്രദക്ഷിണം വെച്ച് വരുന്ന അമ്മയുടെ മുന്നിൽ ഒരു കൂപ്പൺ കിടക്കുന്ന കാണാം. ഇത് എളുപ്പത്തിൽ അകത്ത് കയറാനുള്ള ദേവസ്വം തന്നെ കൊടുക്കുന്ന കൂപ്പണാണ്, പണമടച്ച് വാങ്ങുന്ന കൂപ്പണാണ്. അപ്പൊ ഈ അമ്മയ്ക്കൊരു സംശയം, ഇത് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാണോ എന്ന് കരുതി എടുക്കാതെ രണ്ടാമത്തെ പ്രദക്ഷിണത്തിന് പോകും. രണ്ടാമത്തെ പ്രദക്ഷിണവും കഴിഞ്ഞ് വരുമ്പോഴും ആ കൂപ്പൺ അവിടെ കിടപ്പുണ്ട്. എന്നിട്ടും എടുക്കാതെ മൂന്നാമത്തെ പ്രദക്ഷിണത്തിന് പോകും. മൂന്നാമത്തെ പ്രദക്ഷിണത്തിന് കഴിഞ്ഞ് വരുമ്പോഴും ആ കൂപ്പൺ അവിടെ കിടപ്പുണ്ട്. അപ്പോഴാണ് മനസ്സിലേക്ക്, ഈ അമ്മയുടെ മനസ്സിലേക്ക് ഒരു കഥ വരുന്നു. ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെട്ട് നദിയിൽ വീഴുകയാണ്. അപ്പോ അതിഭയങ്കരമായ ദൈവവിശ്വാസം ഉള്ളിലുള്ള മനുഷ്യൻ, എന്നെ ഭഗവാൻ രക്ഷപ്പെടുത്തും എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു ബോട്ട് വരികയാണ്. പക്ഷേ ഈ ബോട്ടിൽ അദ്ദേഹം കയറില്ല. അദ്ദേഹം പറയുന്നത്, എന്നെ ദൈവം രക്ഷിക്കും. ആ ബോട്ട് പോയി. പിന്നീട് അവിടേക്കൊരു വള്ളം എത്തുന്നു, വഞ്ചി എത്തുന്നു. അപ്പോഴും ഇദ്ദേഹം പറയുന്നു, ഇല്ല, എന്നെ ഭഗവാൻ രക്ഷിക്കും, ഞാൻ ഇതിൽ കയറണ്ട. പോയി. പക്ഷേ ഈ ബോട്ടും ഈ വഞ്ചിയും ഭഗവാൻ അയച്ചതാണെന്ന് ഈ മനുഷ്യന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഈ മനുഷ്യൻ ആ നദിയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയി മരിക്കുകയാണ്. ഈ കഥ അമ്മ ഓർക്കുകയാണ്. അപ്പോ ഈ തിരക്കിനിടയിൽ എന്നെ കാണാൻ എത്തിയ നിനക്ക് ഞാൻ തന്നതാണ് ഈ കൂപ്പൺ എന്ന് കരുതി, ഭഗവാൻ തന്ന അനുഗ്രഹമായി കരുതി ഈ കൂപ്പൺ എടുത്തുകൊണ്ട് ഈ അമ്മ കൂപ്പണിന്റെ ക്യൂവിലൂടെ കയറാൻ ചെല്ലുകയാണ്. പക്ഷെ ആ ഗോപുര നടയിലെത്തുമ്പോഴാണ് അവിടെ കൂപ്പൺ വാങ്ങുന്ന സെക്യൂരിറ്റി ഇത് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് ഇവരോട് കയർക്കുകയാണ്. ധൃതിക്കിടയിൽ ഞാൻ കീറിയപ്പോൾ അല്പമാത്രം കീറിയ കൂപ്പണാണിത്, ഇത് മറ്റാരോ ഉപയോഗിച്ചതാണ്. ഭഗവാനെ കാണാൻ വന്നിട്ട് പോലും അതിനൊരു പൈസ മുടക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഭഗവാനെ കാണാൻ വരുന്നതെന്ന് പറഞ്ഞ് അത്രയും ഭക്തജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഇവരെ അമിതമായി അപമാനിക്കുകയും ഇവരെ കയറാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സെക്യൂരിറ്റി. കാരണം ഇത് ഈ അമ്മയ്ക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് തിരിച്ചിറങ്ങിയിട്ട് മനസ്സിൽ ഓർക്കും, ഭഗവാനെ, നീ തന്നതാണെന്ന് കരുതിയല്ലേ ഞാനിതെടുത്തത്. ഞാൻ ആരുടെ കയ്യിൽ നിന്നും മോഷ്ടിച്ചതല്ലിത്, പിടിച്ചു പറിച്ചതല്ലത്, വഴിയിൽ കിടന്നു. നീ എനിക്ക് തന്ന അനുഗ്രഹമായിട്ട് കരുതി, നിനക്കുള്ള പ്രസാദമായിട്ടല്ലേ ഞാൻ വന്നത്, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയത്? വല്ലാത്ത സങ്കടമായി. നേരെ ചെന്ന് കൂപ്പൺ എടുത്തു. കൂപ്പൺ എടുക്കാൻ ചെന്നപ്പോൾ കൗണ്ടറിലിരുന്ന ആള് പറയുന്നു, അമ്മ, ഇന്നത്തെ ദിവസത്തിലെ കൂപ്പണൊക്കെ തീർന്നു പോയി. എന്താ ചെയ്യുക? മനസ്സിൽ ഇതിൽ പരം ഒരു വിഷമമുണ്ടോ? ഭഗവാനെ കാണാനായിട്ട് കാത്തു നിന്നതാണ്. ഭഗവാനെ കാണാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, അപമാനം ഏറ്റുവാങ്ങുകയും ചെയ്തു. തിരിഞ്ഞ് കണ്ണീരോടെ നടക്കുമ്പോഴാണ് കൗണ്ടറിൽ നിന്ന് ആള് വിളിച്ചു പറഞ്ഞത്, അമ്മ, ഒരു കൂപ്പൺ വെച്ചുകൊണ്ട് വന്നോളൂ എന്ന് പറയുന്നു. നിറഞ്ഞ മനസ്സോടെ ഓടിച്ചെന്ന് ആ കൂപ്പൺ വാങ്ങി. വീണ്ടും ക്യൂവിൽ നിൽക്കുന്നു. സെക്യൂരിറ്റിയുടെ അടുത്തെത്തുമ്പോൾ അയാൾ വീണ്ടും അപമാനിക്കല്, ഇപ്പൊ കാശ് എവിടുന്ന് വന്നു? അപ്പോ മനഃപൂർവ്വം എടുക്കാതെ ചുളിവിൽ കയറാൻ നോക്കിയതാണ് എന്നൊക്കെ വീണ്ടും അപമാനിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് ആ അമ്മയിലെ സ്ത്രീത്വം ഉണരുകയാണ്. അമ്മ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞില്ലേ ഭഗവാന്റെ കാവൽക്കാരനാണ് നിങ്ങളെന്ന്. അങ്ങനെ ഭഗവാന്റെ പാദം തൊട്ട് വന്നിച്ച് നിൽക്കുന്ന ഒരാളായിരുന്നെങ്കിൽ എന്തുകൊണ്ട് എന്നോട് സൗമ്യമായിട്ട് അത് പറഞ്ഞില്ല? ഭഗവാനെ കാണാനാണ് ഞങ്ങൾ എല്ലാവരും വരുന്നത്. എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി, അത് എൻ്റെ തെറ്റ് തന്നെയാണ്, ഞാനത് സമ്മതിക്കുന്നു. പക്ഷെ അതെനിക്ക് ഭഗവാൻ നൽകിയതാണ് എന്നാണ് ഞാൻ വിശ്വസിച്ചത് എന്നാണ് ആ അമ്മ പറഞ്ഞത്. അങ്ങനെ ആ മനുഷ്യനോട് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി ഭഗവാന്റെ ശ്രീലകത്ത് നിവേദിക്കാനുള്ള നെയ്യും വിളക്കിലൊഴിക്കാനുള്ള എണ്ണയൊക്കെ വെച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങി. അപ്പോഴും മനസ്സിൽ നിന്ന് ആ വേദന വിട്ടു മാറുന്നില്ല. അപ്പോഴാണ് പുറകിൽ നിന്ന് ഒരു കാഷായ വസ്ത്രധാരി വിളിക്കുന്നത്, മോളെ,
തിരിഞ്ഞൊക്കെ പറഞ്ഞു, വിഷമിക്കണ്ട, നിനക്കായി ഒരു നല്ല കാര്യം ഭഗവാൻ കരുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ സങ്കടങ്ങൾ അപ്പൊ നിനക്ക് മാറും, നീ വിഷമിക്കാതെ. ഇതെല്ലാം ഭഗവാന്റെ ലീലകളാണ്. കള്ളക്കണ്ണൻ എന്നല്ലേ നമ്മൾ വിളിക്കുന്നത്, അങ്ങനെ കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആശ്വസിപ്പിച്ച് ഈ അമ്മയെ യാത്രയാക്കി. അമ്മ വന്ന് കാറിൽ കയറി. പക്ഷേ മുഖം വല്ലാതിരിക്കുന്നുണ്ട്. ഭർത്താവ് ചോദിച്ചു, എന്ത് പറ്റി നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്, കണ്ണൊക്കെ വല്ലാണ്ടിരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഉണ്ടായ സത്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ ആശ്വസിപ്പിക്കുന്നതിന് പകരം അദ്ദേഹം ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. എവിടെ വന്നാലും മറ്റുള്ളവർക്ക് അപമാനം ഉണ്ടാക്കി വെക്കും, ഇതാണ് നിന്നെയും കൊണ്ടൊരിടത്ത് വരാത്തത്, ഞാൻ വരാഞ്ഞത് ഭാഗ്യമായി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വല്ലാണ്ട് അപമാനിക്കും. വീണ്ടും ഈ അമ്മ ഒന്നുകൂടെ സങ്കടമായി പുറത്തേക്ക് നോക്കിയിരുന്ന് കരയുകയാണ്. ഇവർ വണ്ടി വിട്ടു പോകുന്നു. വണ്ടി നേരെ ചെല്ലുന്ന ഇവരുടെ ഹോട്ടലിലേക്കാണ്. ദൂരെ നിന്ന് കണ്ട് ഹോട്ടലിന്റെ വാതിക്കൽ പോലീസും ആൾക്കാരും ഒക്കെ കൂടി നിൽക്കുന്നു. എന്താണെന്ന് അറിയാതെ പരിഭ്രമത്തോടു കൂടിയാണ് ഓടി ഭർത്താവ് പെട്ടെന്ന് ഇറങ്ങി ചെല്ലുന്നു. അദ്ദേഹം വെപ്രാളത്തോടെ ഹോട്ടലിനകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പൊ വാതിക്കൽ സെക്യൂരിറ്റി നിൽക്കുന്നു. അമ്മ പുറകിൽ ഇറങ്ങി ചെല്ലുകയാണ്. അപ്പൊ അമ്മ ചോദിക്കും, എന്താ എന്താ സംഭവിച്ചെന്ന് പറയും. അമ്മ വിഷമിക്കേണ്ട, നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച കുറെ പേർക്ക് 5 പേർക്ക് വയ്യാതായി, അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, അവർ അത്യാസന്ന നിലയിലാണ്. അപ്പൊ അവസാനമായിട്ട് അവർ ഫുഡ് കഴിച്ചത് ഇവിടെ നിന്നാണെന്ന് അറിഞ്ഞു, അതുകൊണ്ടിട്ട് പോലീസ് വന്നതാണ്. പക്ഷെ ഇപ്പോ അവരെ ചികിത്സിച്ച റിസൾട്ട് വന്നിട്ടുണ്ട്. അവർക്ക് ഇവിടുന്ന് കഴിച്ച ഭക്ഷണത്തിലല്ല ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്, അവര് അമിതമായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആ മദ്യത്തിൽ നിന്ന്, അവരെവിടുന്നോ കഴിച്ച മദ്യത്തിൽ നിന്നാണ് അവർക്ക് ഈ 5 പേർക്കും ഇത് ഏറ്റിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, അവരൊക്കെ തിരിച്ചു പോവുകയാണ്. പോലീസും അതിന് വന്ന ഇൻസ്പെക്ഷൻ വന്ന ഉദ്യോഗസ്ഥന്മാരും ഒക്കെ തിരിച്ചു പോവുകയാണ്, നമുക്ക് ഹോട്ടലിൽ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഈ അമ്മയുടെ മനസ്സിലേക്ക് വന്നത് ആ കാഷായ വസ്ത്രം ധരിച്ച ആ മനുഷ്യൻ ഗുരുവായൂർ നടയിൽ വെച്ച് പറഞ്ഞ കാര്യമാണ്. നിനക്ക് സന്തോഷം തരുന്നൊരു കാര്യം വരുന്നുണ്ട്, അതുകൊണ്ട് ഇത് നീ വിഷമിക്കേണ്ട, ഇതൊക്കെ ഭഗവാന്റെ ലീലകളാണ്, അങ്ങനെ കരുതിയാൽ മതി. അപ്പോ മനസ്സിൽ ഒത്തിരി സന്തോഷം തോന്നി. ഭഗവാനോട് നന്ദി പറഞ്ഞ് ഭാര്യയും ഭർത്താവുമായിട്ട് വീട്ടിലെത്തി. ഭഗവാന് വിളക്ക് കൊളുത്തി. ഭഗവാനോട് അപ്പോഴും പറഞ്ഞത് ഇതാണ്, എനിക്ക് സങ്കടം വരുത്തി എങ്കിലും എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും നീ സന്തോഷം തന്നില്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്ന അമ്മ ആ പൂജാമുറിയിൽ കാണുന്നത് മറ്റൊരു കാഴ്ചയാണ്. അതറിയണമെങ്കിൽ നിങ്ങൾ ആ കഥയൊന്ന് വായിക്കണം. ആ കഥ, ആ കാഴ്ച, ഇതൊരു പക്ഷേ ഒരു എഴുത്തുകാരിയുടെ മനോവിചാരങ്ങളാവാം, ഞാൻ അതിൽ തർക്കിക്കുന്നില്ല. പക്ഷേ ഭക്തി, ആ ഭക്തി എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. നമ്മൾ മനസ്സ് നിറഞ്ഞ് മനസ്സിൽ ഉറച്ചു വിളിച്ചാൽ ആ ഈശ്വരൻ നമ്മുടെ വിളിപ്പുറത്തെത്തും എന്ന് നമ്മളോട് നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ പറഞ്ഞു തരാറുണ്ട്, മുത്തശ്ശിമാർ പറഞ്ഞു തരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നാമം ജപിക്കുമ്പോഴും ഇല്ലെങ്കിൽ പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഒക്കെ ഹൃദയം നിറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവം, ആ ഈശ്വരൻ നമ്മുടെ രക്ഷയ്ക്കെത്തും എന്നൊക്കെ പറയാറുണ്ട്. അതുപോലൊരു സന്ദർഭമാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഏറെ ഹൃദ്യമായ 30 കഥകളടങ്ങിയ കഥാസമാഹാരമാണ് സിനി ശ്യാമിൻ്റെ ഹരിതാക്ഷരങ്ങൾ. ചെറുകഥാസമാഹാരം വായിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സഹോദരങ്ങൾ മറക്കാതെ തിരഞ്ഞെടുക്കേണ്ട ഒരു പുസ്തകമാണ് സിനി ശ്യാമിൻ്റെ ഹരിതാക്ഷരങ്ങൾ. നിങ്ങൾക്കൊരിക്കലും ആ പുസ്തകം വായിക്കുന്ന സമയം നഷ്ടമായി എന്ന് തോന്നില്ല. കാരണം അത്രയ്ക്ക് ജീവിതഗന്ധിയായ 30 കഥകൾ, അങ്ങനെ വിശേഷിപ്പിക്കാതിനെ. മനസ്സിൽ തോന്നിയ എന്തെങ്കിലും കഥകൾ എഴുതി പേപ്പർ നിറയ്ക്കുകയല്ലായിരുന്നു സിനി ശ്യാം ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് സാഹിത്യ മേഖലയിൽ നിരവധി പുരസ്കാരങ്ങൾ സിനി ശ്യാമിനെ തേടിയെത്തിയത്. മറക്കാതെ വായിക്കുക ഹരിതാക്ഷരങ്ങൾ. ഒന്നിനൊന്നിന് മികച്ചവയാണ് സിനി ശ്യാം എഴുതിയ പുസ്തകങ്ങളെല്ലാം തന്നെയെങ്കിലും നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയതും സാഹിതിയിൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതും ഹരിതാക്ഷരങ്ങളാണ്. തുടർന്നുള്ള അധ്യായങ്ങളിൽ എപ്പോഴെങ്കിലും സിനി ശ്യാമിൻ്റെ മറ്റു പുസ്തകങ്ങൾ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയും എന്ന് വിശ്വസിക്കട്ടെ. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പുതിയൊരു പുസ്തകമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.